ജനങ്ങളുടെ മുന്നിലാണ് പോരാട്ടം. മണ്ഡലം തിരിച്ചല്ല. കേരളത്തിൽ ജനങ്ങളുടെ മുന്നിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് ചോദിക്കുന്നത്. അത് പുതുക്കാടായാലും മണലൂരായാലും ഇതിനു മുമ്പ് ലോക്സഭ എന്നുള്ള നിലയ്ക്ക് ചാലക്കുടി മണ്ഡലത്തിലും മത്സരിച്ചു തന്നെയാണ്. തീർച്ചയായിട്ടും ജനങ്ങളോടാണ് വോട്ട് ചോദിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഞങ്ങളതിന് എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് LDF നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. മത്സരം ശക്തമാണ്, സംശയമില്ലല്ലോ. ജനാധിപത്യ മത്സരം എന്ന് പറയുന്നത് ഇപ്പോഴും ശക്തമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളെയും അത് ബഹുമാനത്തോടു കൂടി തന്നെ കാണുകയാണ്, ഏത് രംഗത്ത് നിന്നിട്ടുള്ളവരായാലും. പക്ഷേ അവിടെ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് സൗഹൃദത്തിനപ്പുറം രാഷ്ട്രീയമാണ് പ്രധാനം. ആ രാഷ്ട്രീയ പ്രചരണത്തിൽ ഇതുവരെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ നിരവധി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമാകും എന്ന് കരുതുന്നു. അതുകൊണ്ട് LDF നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഇല്ലില്ല, ഒരിക്കലുമില്ല. അവിടെ മാത്രമല്ല, ഞാൻ ഇതിനിടയ്ക്ക് മറ്റ് മലമണ്ഡലങ്ങളിലും പല ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ കേരളത്തിൽ സർക്കാരിനെതിരെ ഒരു വികാരം ഒട്ടും തന്നെ കണ്ടിട്ടില്ല, ഒട്ടുമില്ല. അത് ഒരു അനുഭവമാണ്. അത് ഈ മണ്ഡലത്തിൽ മാത്രമല്ല, ഈ മണ്ഡലത്തിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ കറങ്ങുന്നുണ്ട്. അവിടെ ഒരിക്കലും ഒരു ഇടതുപക്ഷത്തിന് എതിരായിട്ടുള്ളൊരു അഭിപ്രായം പറയുന്നു താല്പര്യമില്ല. സർക്കാരിനെതിരെയുള്ള അഭിപ്രായം കേട്ടിട്ടേയില്ല. തീർച്ചയായിട്ടും അത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പുകളിലൊന്നും പരാജയപ്പെടാത്ത ഒരാളാണ്. വലിയ ആത്മവിശ്വാസത്തോടെയാണ് UDF ക്യാമ്പ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്ക ഒരു ആശങ്കയില്ല. TN പ്രതാപൻ്റെ സുഹൃത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ BJPയുടെ ആയാലും ആരുടെ സ്ഥാനാർത്ഥിയായാലും ഒരു ജനാധിപത്യ രാഷ്ട്രീയ പോരാട്ടത്തിൽ എല്ലാവരെയും ബഹുമാനത്തോടു കൂടി കാണുകയാണ്. അവർക്കും ജനങ്ങളിൽ സ്വാധീനമുണ്ട്. പക്ഷേ രാഷ്ട്രീയ പോരാട്ടത്തിലുള്ള വൈവിധ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ആശയം ഉയർന്നു വരും. തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ, അഖിലേന്ത്യാ സാഹചര്യത്തിലും കേരള സാഹചര്യത്തിലും. അതുകൊണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് കരുതുന്നത്. സാന്നിധ്യം കൂടിയുണ്ട് ഈ തെരഞ്ഞെടുപ്പ്. മുമ്പ് അവരുടെ ഏത് നിലയിലായിരുന്നു അതിനേക്കാളും കുറച്ചുകൂടി ശക്തമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുള്ളത്. BJPയുടെ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിലെ ഏത് നിലയിൽ അത് ഗുണം ചെയ്യുമോ? BJP രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആ അർത്ഥത്തിൽ തന്നെ നമ്മളതിനെ കാണുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വികാരമുണ്ട് എന്നുള്ളൊരു വസ്തുത നമുക്കെല്ലാം തിരിച്ചറിയാൻ കഴിയും. കേരളത്തെ വല്ലാതെ അവഗണിക്കുന്നു. ഒരു ഫെഡറൽ രാജ്യം എന്ന രീതിയിൽ തോന്നുന്നില്ല മലയാളികൾക്ക്. അത് വലിയൊരു വിഷയമാണ്. ഞാൻ ഓരോന്നും വിശദീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഫെഡറൽ രാജ്യം എന്നുള്ള, ഫെഡറൽ സംസ്കാരം എന്നുള്ള ആശയത്തെ പൂർണ്ണമായിട്ടും തകർത്തതിനെതിരെ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ വികാരമുണ്ട്. മറുപടി പറയാനുള്ള അവസരമായിട്ട് ഇതിനെ കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. LDF ഉയർത്തുന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യത്തിനപ്പുറത്ത് മണ്ഡലത്തിലെ ജനങ്ങളോടും വോട്ടർമാരോടും എന്താണ് വ്യക്തിപരമായി പറയാം? മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് വികസന കാഴ്ചപ്പാടനുസരിച്ച് സഖാവ് മുരളി പെരുന്നെല്ലിയുടെ 15 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള തുടർച്ച, കൃത്യമായിട്ടുള്ള തുടർച്ച, ഒരു പുതിയ ഒരു മണലൂർ എന്നുള്ള നവകേരളം സങ്കല്പമാണ് ഇടതുപക്ഷ ജനാധിപത്യം ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. നവകേരള സങ്കല്പത്തോട് പൂർണ്ണത ഉള്ള, അതിനോട് ചേരുന്ന, അതിനോട് യോജിക്കുന്ന ഒരു സങ്കല്പം തീർച്ചയായിട്ടും മണലൂരിൽ വികസിപ്പിച്ചെടുക്കും. തീർച്ചയായിട്ടും എന്താ സംശയമുള്ളത്? അതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നടപടികളിലൂടെ ദീർഘവീക്ഷണമില്ലാത്തതുകൊണ്ട് നമ്മുടെ നയത്തിൽ മാറ്റം വരുത്തുന്ന, സാമ്രാജ്യത്തെ ചേരുന്ന ഒരവസ്ഥ നമ്മൾ കാണുകയാണ്. ചേരാ നയം എന്നുള്ള ലോകപ്രശസ്തമായ നമ്മുടെ നയം പൂർണ്ണമായിട്ടും മാറുന്ന ഒരവസരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ വരെ പ്രതിസന്ധി വരികയാണ്. അതെല്ലാം പ്രതിഫലിക്കും തെരഞ്ഞെടുപ്പിൽ.